ബി ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തു. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ മതം ജാതി പറഞ്ഞ് വോട്ട് തേടാൻ പാടില്ല എന്നാണ്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. സ്വാഭാവിക അയോഗ്യത അടക്കമുള്ള നടപടികളെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഇപ്പോൾ അത് വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബാക്കി നടപടികൾ നമ്മുടെ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ട് ശേഷമേ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ലീഗൽ ഒപ്പീനിയൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരുന്ന എല്ലാ റിപ്പോർട്ട്സും നമ്മൾ കമ്മീഷണറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. പിന്നെ ബാക്കി കമ്മീഷണറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കും. ഈ ഗോപാലകൃഷ്ണൻ്റെ ഈ നാമനിർദ്ദേശ പത്രികയിലടക്കം ഒരു അന്തിമ തീരുമാനം വരേണ്ടത് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നാണ്. ഇല്ല, അതിലെ ഒരു ഉദ്യോഗസ്ഥരാണ് നമുക്ക് ഉള്ളത്. റിട്ടേണിംഗ് ഓഫീസറാണ് മൊത്തം ആപ്ലിക്കേഷൻസ് സ്ക്രൂട്ടിനൈസ് ചെയ്യേണ്ടത്. സോ അതിലെ ഉദ്യോഗസ്ഥൻ റിട്ടേണിംഗ് ഓഫീസറാണ്. റിട്ടേണിംഗ് ഓഫീസർ എല്ലാ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചിട്ട് വേറെ നാമനിർദ്ദേശം സ്വീകരിക്കാനുള്ള എല്ലാ നടപടികൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ അവർ സ്വീകരിക്കും. അത് ആ റെസ്പോൺസിബിലിറ്റി റിട്ടേണിംഗ് ഓഫീസറുടെ ആണ്, ഇലക്ഷൻ കമ്മീഷനുടെ അല്ല. അത് റിട്ടേണിംഗ് ഓഫീസർ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കും. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സമാനമായ വർഗീയ പ്രചരണങ്ങൾ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരം പ്രചാരണങ്ങൾ തുടക്കത്തിൽ വരുമ്പോൾ മാതൃകാപരമായ ഒരു ആക്ഷൻ ഉണ്ടായില്ലെങ്കിൽ ആവർത്തിക്കില്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വന്ന ഉടൻ തന്നെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മീറ്റിംഗ് വിളിച്ചതും പിന്നെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ റൂൾസ് ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് കൊടുത്തിട്ടുള്ളതാണ്. എല്ലാവരും ഇത് പാലിക്കണം. മോഡൽ കോഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മൾ സ്വയമായിട്ട് ഒരു പാലിക്കേണ്ട ഒരു ഗൈഡ് ലൈൻസാണ്. അത് പൊളിറ്റിക്കൽ പാർട്ടീസ്, കാൻഡിഡേറ്റ്സ്, ഉദ്യോഗസ്ഥർ എല്ലാവരും അത് പാലിക്കണം. അതാണ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറയുന്നത്. ആ ഒരു ഡോക്യുമെൻറ്റ് നമ്മളെല്ലാവരും ഏറ്റെടുത്തിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കണം, പാലിക്കണം എന്നുള്ളതാണ്. അത് എല്ലാവരും അത് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് നമുക്കുള്ളത്. ഏതെങ്കിലും വയലേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നോക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റീസ് ഉണ്ട്, ഒരു സംവിധാനമുണ്ട്. അത് പെട്ടെന്ന് ഇടപെട്ടിട്ട് അത് ആക്ഷൻ എടുക്കും. അതാണ് കമ്മീഷനുടെ നിർദ്ദേശം. ഏതെങ്കിലും വിധത്തിലുള്ള വയലേഷൻസ് മോഡൽ കോഡിലുണ്ടെങ്കിൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ IT ഇപ്പോൾ നമ്മുടെ സൈബർ ഇതിലേതെങ്കിലും വിധത്തിലുള്ള ഒരു കംപ്ലയിൻറ്റ്സ് വരുവാണെങ്കിൽ വിതിൻ 60 minutes ആക്ഷൻ എടുക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള പരാതി വിജിൽ ആപ്പോട് കൂടി വരുവാണെങ്കിൽ വിതിൻ 60 minutes ആക്ഷൻ എടുക്കണം. നമ്മളിപ്പോൾ 13 മിനിറ്റിൽ ആക്ഷൻ എടുക്കുന്നുണ്ട്. സോ ഇങ്ങനെ കൃത്യമായിട്ട് മോഡൽ കോഡ് വയലേറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ആക്ഷൻ എടുക്കണം. അതൊരു കമ്മീഷനുടെ ഒരു തീരുമാനമാണ്. അത് നമ്മൾ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ വയലേഷൻസ് വരുന്ന ദിവസങ്ങളിൽ അത് കുറയുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. കാരണം എല്ലാവരും അത് പാലിക്കണം എന്നുള്ളതാണ് നമുക്കുള്ള ഒരു ആഗ്രഹം. ഒരു ആശയക്കുഴപ്പമുള്ളത്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന ദിവസം വരെ ഇന്ന് വരെ വോട്ട് ചേർക്കാനുള്ള അവസരം സ്വാഭാവികം അവർക്കൊക്കെ വോട്ട് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. സാധ്യതയില്ലേ? അങ്ങനെ ഇപ്പോൾ അപേക്ഷ കൊടുക്കുന്നവർക്ക് വോട്ട് ലഭിക്കില്ല? ഇല്ല, ഇപ്പോൾ മാൻഡേറ്ററി ആയിട്ട് 7 ദിവസം ഒരു അപ്ലിക്കേഷൻ കിട്ടിയ ശേഷം നമ്മുടെ ഉദ്യോഗസ്ഥരിന് വേണം. കാരണം അത് റൂൾസാണ്. അത് അത്ര സമയം ഉണ്ടെങ്കിലേ അവരുടെ വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഫീൽഡ് വെരിഫിക്കേഷൻ അടക്കം എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ട് ആ വോട്ടിലെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇലക്ട്രൽ റോളിലെ പട്ടികയിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ പോർട്ടലിൽ 23-ാം തീയതി വരെ ഓപ്പൺ ആണെങ്കിലും ഇത് ഫോം 6A കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള 7 ദിവസം 23-ാം തീയതി കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. സോ 7 ദിവസം മാൻഡേറ്ററി ആയിട്ട് വരുന്ന ഒരു ഡേറ്റാണ് March 15th എന്ന് പറയുന്നത്. March 15 വരെ വന്നിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസ് നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള സമയമുണ്ട്. കൃത്യമായിട്ട് ആ വോട്ടർ പട്ടികയിലെ പേര് ചേർക്കാൻ കൂടി ഒരു അവസരം ഉണ്ടാവും. അതുകൊണ്ടാണ് March 15th സാധാരണഗതിയിൽ ഇത് ഈ പ്രാവശ്യം ചെയ്ത ഒരു പ്രക്രിയയല്ല. ഇത് കാലകാലമായിട്ട് വരുന്ന ഒരു പ്രക്രിയയാണ്. ഇതൊരു പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതൊന്നുമല്ല. സോ ഇത് നമ്മൾ കൃത്യമായിട്ട് ഒരു വെരിഫൈ ചെയ്തിട്ട് ആളിനെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നോക്കുമ്പോൾ March 15th ആണ് ഒരു 7 ദിവസം നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത്. സോ March 15 വരെ വന്നിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമ്മുടെ ഇലക്ഷൻ ടീം അത് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ഇതിൽ കൂട്ടിച്ചേർക്കും.